തടി ഉള്ളവർക്ക് തടി കുറയാനുള്ള ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ സമയത്ത് കമന്റിനും അല്ലാതെയൊക്കെ ഒരുപാട് പേര് ചോദിച്ചു, എങ്ങനെ ഡോക്ടറെ ഈ തടി ഒന്ന് കൂട്ടാൻ എന്താ ചെയ്യേണ്ടത്, ഒരു പരിപാടിക്ക് പോകാൻ വയ്യ. അപ്പോൾ ഇതിന് ആരെങ്കിലും നാലാൾക്കാർ ചോദിക്കും, എന്താ ചെങ്ങായി ഒന്നും തിന്നലില്ല, എൻ്റെ തടിമേൽ ഒന്നുമില്ലല്ലോ, ഇങ്ങനെയൊക്കെ ചോദിച്ച് ഇടങ്ങേറാക്കുകയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം വേണം, എന്തെങ്കിലും ടിപ്സൊക്കെ പറഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര്. അപ്പോൾ ഓർക്കുള്ളതാണ് ഈ വീഡിയോ. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷിബിലി, പൂക്കോട് ഹോമിയോപ്പത്തിക് ആൻഡ് കൗൺസിലിംഗ് സെന്റർ, മലപ്പുറം. അപ്പോൾ ഇതിനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. തടി ഒരു ആവശ്യത്തിനുണ്ടെങ്കിൽ ഇനി ഇതൊന്നും ചെയ്യാൻ പോകണ്ട, തടി കൂട്ടാൻ നോക്കണ്ട. കാരണം തടി കൂടുമ്പോഴാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. ഷുഗർ, പ്രഷർ, അതേപോലെ ഹാർട്ടിൻ്റെ രോഗങ്ങളൊക്കെ ഈ തടി കൂടുന്നതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ്. ഒരു ആവശ്യത്തിന് തടി ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോയിക്കോട്ടെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തടി കുറഞ്ഞതുകൊണ്ട് കോൺഫിഡൻസ് കുറവും, എവിടെയും പോകാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർ ഇതുപോലെ ചെയ്തോളി. പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ കൊണ്ടാണ് തടി ആൾക്കാർ മെലിഞ്ഞിരിക്കുന്നത്. ഒന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് ജനറ്റിക്കലി അവർ കുറഞ്ഞിരിക്കുക. ജനറ്റിക്കലി എന്ന് പറയുമ്പോൾ പാരമ്പര്യമായിട്ട് ഉമ്മയും വാപ്പയാരെങ്കിലൊക്കെ മെലിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ മെലിഞ്ഞിരിക്കും. അങ്ങനത്തെ ആളുകൾക്ക് തടി കുറക്കാൻ പറ്റുമോ ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തടി കുറക്കാം, പക്ഷെ ഒന്നും കൂടി ഒന്ന് പരിശ്രമിക്കേണ്ടി വരും. അത്യാവശ്യം കുറച്ച് കാലം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് തടി മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഞാൻ അധികം കണ്ടത് ഈ ഒരു ടൈപ്പ് ആൾക്കാർ ആ ടെൻഷനെ കൊണ്ട് ഒരുപാട് ടെൻഷൻസ്, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള ടെൻഷൻസ് ഒക്കെ തലയിൽ കയറ്റി വെച്ചിട്ട് അതിങ്ങനെ ആലോചിച്ച് ഇരിക്കുമ്പോൾ നമ്മുടെ തടിയിൽ കോർട്ടിസോൾ എന്നും അതേ അഡ്രിനാലിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ട്രെസ് ഹോർമോൺസുകൾ റിലീസ് ചെയ്യുകയും അത് കാരണമായിട്ട് നമ്മുടെ ബോഡിക്ക് എന്ത് തിന്നാലും അടുപ്പക്ക് ഈ ഓലക്കൊടി ഇല്ലേ, ഓല അത് കത്തിച്ച് കൊടുക്കുന്ന കാര്യമാണ്. ഫു പറഞ്ഞിട്ട് ഇങ്ങനെ കത്തിപ്പോവും, ഒന്നും തടിമ പിടിക്കൂല. ഈ അവസ്ഥ വരും. അപ്പോൾ ഇതിനെന്താ ചെയ്യേണ്ടത്? ഈ ടെൻഷൻ ആദ്യം നല്ലോണം നിയന്ത്രിക്കണം. കുറേയൊക്കെ ടെൻഷൻ നമ്മൾ ചിന്തിച്ചുണ്ടാക്കുന്നതാണ്. മൈൻഡിന് ആ ടെൻഷനൊക്കെ ഒന്ന് ഫ്രീ ആക്കി കൊണ്ടുവരിക മാക്സിമം കഴിയുന്നത്ര. ഇനി നിങ്ങൾക്ക് അതിന് പറ്റുന്നില്ല, ഭയങ്കര ടെൻഷനാണ്, എന്തൊക്കെയോ പേടിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മൾ വിളിച്ചോളി. കൗൺസിലിംഗ് നമുക്ക് ചെയ്തിട്ട് ശരിയാക്കിയെടുക്കാം. കൗൺസിലിംഗ് എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് ധാരണ ഉണ്ട്, ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ്, എന്തൊക്കെയോ മാനസിക പ്രശ്നമുള്ള ആൾക്കാർക്കാണ് ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ. അതൊന്നുമല്ല, എല്ലാവർക്കും ഏകദേശം കൗൺസിലിംഗ് ആവശ്യമുണ്ടാവും. നമ്മളാരും നമ്മളെ ബോഡിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആൾക്കാരല്ലല്ലോ. അപ്പോൾ നമുക്ക് അത് നിയന്ത്രിക്കാനുള്ള ചില വഴികൾ, ചിലപ്പോൾ നമ്മളെ മൈൻഡ് നമ്മൾ പറഞ്ഞു കൊടുത്ത് നിൽക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതിനുള്ള കുറച്ച് വഴികൾ ഒരുപാട് സൈക്കോളജിയിലുണ്ട്. ചില തെറാപ്പികളൊക്കെ ചെയ്തിട്ടും ചില ബ്രീത്തിങ് എക്സസൈസുകളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് അതിൽ സമാധാനം കിട്ടും ആ ടെൻഷനിൽ. അപ്പോൾ ഫസ്റ്റ് ഈ ടെൻഷനുള്ള ആൾക്കാർ ആ ടെൻഷൻ അങ്ങോട്ട് ഇറക്കി വെക്കണം. എങ്ങനെ കൗൺസിലിംഗ് അതല്ലെങ്കിൽ നിങ്ങളോട് കഴിയുന്ന എന്ത് വഴിയാണുള്ളത് ആ വഴിയിൽ ആ ടെൻഷൻ കൊണ്ട് ഇറക്കി വെച്ചാലേ നിങ്ങളെ തടി കൂടുള്ളൂ. അല്ലാതെ നിങ്ങൾ എന്ത് കാട്ടിയിട്ടും കാര്യമില്ല, എത്ര തിന്നിട്ടും കാര്യമില്ല. ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടുകണേ, ഈ കല്യാണത്തിനൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഴിക്കണുണ്ടായി, നമ്മൾ തന്നെ അത്ര തിന്നുണ്ടാവില്ല, പക്ഷെ ഇങ്ങനെ മെലിഞ്ഞൊട്ടി നിൽക്കും. അപ്പോൾ എന്താ, അവരോട് ചോദിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിൽ കയറ്റി വെക്കുക. അപ്പോൾ അതാണ് ഇതിനുള്ള ഫസ്റ്റുള്ള മരുന്ന് ഇങ്ങനത്തെ ആൾക്കാർക്ക് കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞിട്ടേ ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് കിടക്കാം. തടി കൂടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. രാവിലെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു 1.5-2 മണിക്കൂർ മുന്നേ ആയിട്ട് ഒരു ഗ്ലാസ് പാല് എന്ന് പറയുമ്പോൾ കൊഴുപ്പുള്ള പാല് വാങ്ങാൻ കിട്ടും, അത് നോക്കി വാങ്ങണം കേട്ടോ. കൊഴുപ്പുള്ളത് വാങ്ങിയിട്ട് ഒരു ഗ്ലാസ് പാൽ അത് കുടിക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് അത് കഴിക്കുക. ഇങ്ങനെ കഴിച്ചതിന് ശേഷം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുവരെ തിന്നതിനെ പോലെ തിന്നാൽ പോരാ. തിന്നാതെ തടി കൂട്ടുക എന്ന് പറയുന്ന പരിപാടിയേ ഇല്ല. അപ്പോൾ കഴിക്കുമ്പോൾ എന്ത് കഴിക്കണം? ഇപ്പോൾ ഒരു 3 ഇഡ്ഡലിയാണ് ഒരു ദിവസം കഴിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഒന്ന് കൂട്ടുക, ഒന്നാമത്തെ ദിവസം ഒരു ഇഡ്ഡലി കൂടി എക്സ്ട്രാ കൂട്ടുക. കുറേ തിന്നാൻ കഴിയില്ല, കാരണം സ്റ്റൊമക്കിൻ്റെ ആമാശയത്തിന് കുറേ താങ്ങൂല. അപ്പോൾ ഇതിന് വയറ് നിറഞ്ഞ പോലെ ഇങ്ങോട്ടൊക്കെ തള്ളും. അപ്പോൾ എന്ത് ചെയ്യുക? കുറച്ച് കൂട്ടുക. അപ്പോൾ നമ്മൾ വയറ് അറിയില്ല കുറച്ച് കൂട്ടുന്നത്. അപ്പോൾ ഒരു ഇഡ്ഡലി കൂട്ടുക, ഒരു ദോശ കൂട്ടുക, ഇങ്ങനെ കുറച്ച്. ഇനി ഒരു ദോശ പറ്റില്ലെങ്കിൽ അര ദോശ, അങ്ങനെ കൂട്ടുക. നമ്മളെ ബോഡി അറിയരുത്, അങ്ങനെ കൂട്ടണം. അങ്ങനെ കൂട്ടിയിട്ട് അങ്ങനെ ഓരോ ദിവസം കൂട്ടി കൊണ്ടുവരിക. 3-ാമത്തെ ദിവസം ആകുമ്പോൾ ഒരു 1.5 ദോശയൊക്കെ ഏറെ വരണം കേട്ടോ. അങ്ങനെ ആ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കൂടുതൽ കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റിന് നല്ലത് ഈ പച്ചരി കൊണ്ട് ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെ, നല്ല കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവും. നമ്മൾ ഈ തടി കൂടാൻ മെയിനായിട്ട് നമ്മൾ കഴിക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ്സ് തന്നെയാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് നല്ലോണമുള്ള അരി ഭക്ഷണങ്ങൾ നല്ലോണം കഴിക്കുക. രാവിലെ തന്നെ ദോശ, അതുപോലെ ഇഡ്ഡലി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ലോണം കഴിക്കുക. ഇതിന് ശേഷം ഒരു 10-11 മണിയാവുന്ന സമയത്ത് കപ്പയൊക്കെ കഴിക്കുക. കപ്പ ഇനി ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവിടെ അടുത്തെങ്കിലും എവിടെയെങ്കിലും കടയൊക്കെ ഉണ്ടാവും കപ്പയൊക്കെ കിട്ടുന്നത്, ആ കപ്പ പോയിട്ട് കഴിക്കുക. അല്ലെങ്കിൽ ഇനി മുട്ട, അല്ലെങ്കിൽ അതേപോലെ തന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയതൊക്കെ കഴിക്കുക. അങ്ങനെ എന്തെങ്കിലും 11 മണിയാകുമ്പോൾ കഴിക്കണം.
പിന്നെ ഉച്ചയ്ക്ക് കഴിക്കുക. പിന്നെ അടുത്തത് ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്കാണ് നമ്മൾ മെയിനായിട്ടുള്ള ചോറ് കഴിക്കണം അല്ലേ? ചോറ് ഒരുപാട് കഴിക്കുക. ചോറ് ഞാൻ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പറഞ്ഞ പോലെ തന്നെ ചോറ് കഴിക്കുന്ന സമയത്തും കുറച്ച് കൂട്ടണം. കുറച്ച് കൂട്ടുക. ഒരു കപ്പ കഴിക്കുന്ന ആൾക്കാണെങ്കിൽ ഒരു കപ്പിലേക്ക് കുറച്ചും കൂടി എക്സ്ട്രാ ഇടുക. അങ്ങനെ കോരിയിടുമ്പോൾ ആ കോരിയിൽ നിന്ന് കുറച്ചും കൂടി എക്സ്ട്രാ ഇട്ടിട്ട് എന്ത് ചെയ്യുക, കുറച്ച് കഴിക്കുക. അങ്ങനെ കൂട്ടി കൊണ്ടുവരിക. ഇങ്ങനെ ഇതിൻ്റെ കൂടെ ഉച്ചയ്ക്ക് നമ്മളൊക്കെ തിന്നേണ്ടത് ചിക്കനോ അല്ലെങ്കിൽ ബീഫോ, പിന്നെ ഇനി ചിക്കൻ ബീഫ് ഒന്നും വാങ്ങാൻ പറ്റണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ മുട്ട ബുൾസൈ അടിച്ചിട്ട് കഴിക്കാം, മുട്ട പുഴുങ്ങിയിട്ട് കഴിക്കാം. ഇങ്ങനെ ആ പ്രോട്ടീനും അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ചെല്ലണം. കാരണം ഈ പ്രോട്ടീൻ ഉണ്ടെങ്കിലേ തടിയിലുള്ള മസിൽസ് ഗ്രോത്ത് നടക്കുകയുള്ളൂ കേട്ടോ. പ്രോട്ടീൻ ഉള്ളിലേക്ക് ചെല്ലണം. അപ്പോൾ ഇതിന് വേണ്ടിയാണ് എന്ത് ചിക്കനും ബീഫും പിന്നെ മുട്ടയൊക്കെ ഞാൻ ഇതിൽ പറയുന്നത്. അങ്ങനെ ഉച്ചക്കത്തെ ചോറ് കഴിഞ്ഞ് വൈകുന്നേരം കഴിക്കേണ്ടതാണ്. ചായയും കടിയൊന്നുമല്ല. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉള്ളിലേക്ക് എടുക്കുന്ന സാധനങ്ങൾ തടിയിലേക്ക് എത്തൂല, ആഗിരണം ചെയ്യപ്പെടില്ല, അബ്സോർപ്ഷൻ നടക്കില്ല. ചായ മാക്സിമം കുറക്കുക. അപ്പോൾ വൈകുന്നേരം ചായക്ക് പകരമായിട്ട് കപ്പയോ അതല്ലെങ്കിൽ മധുരക്കിഴങ്ങ് അങ്ങനെ എന്തെങ്കിലും കിഴങ്ങ് വർഗ്ഗങ്ങളിൽ പെട്ട സാധനം എന്ത് ചെയ്യുക, കൂട്ടിയിട്ട് വൈകുന്നേരത്ത് നാസ്ത കഴിക്കുക. പിന്നെ രാത്രി ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ രാത്രിക്കത്തെ ഭക്ഷണം കഴിക്കുക. ആ കഴിക്കുമ്പോൾ തന്നെ ചോറ് തന്നെ കഴിച്ചോളി. ചപ്പാത്തി ആകുമ്പോൾ ചിലപ്പോൾ എണ്ണം കുറയാനൊക്കെ ചാൻസ് ഉണ്ട്, കുറേ തിന്നേണ്ടി വരും ഈ ചോറിൻ്റെ എഫക്റ്റ് കിട്ടണമെങ്കിൽ. അപ്പോൾ ചോറ് എന്ത് ചെയ്യുക, അത്യാവശ്യം കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ കൂട്ടി കൊണ്ടുവരിക. അതിൻ്റെ കൂടെ നല്ല പച്ചക്കറികളും അതേപോലെ ചിക്കൻ കറി ഉണ്ടെങ്കിൽ ചിക്കൻ കഴിക്കുക, ബീഫ് കഴിക്കുക, മുട്ട കഴിക്കുക. ഇങ്ങനെ എന്ത് ചെയ്യുക, മാറ്റി ഒരു ദിവസം ഇങ്ങനെ മാറ്റി കൊണ്ടുപോവുക. ഇത്രയൊക്കെ നിങ്ങൾ ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ 3 കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കരുത്. വെള്ളം ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ലേശമാണെങ്കിൽ കുറച്ചൊന്ന് കുടിക്കുക, അതിലേറെ കുടിക്കരുത്. കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കുറേ ഫുഡ് കഴിക്കാൻ പറ്റില്ല. വെള്ളം കൊണ്ട് ഒരിക്കലും തടി വെക്കില്ല. അപ്പോൾ ഫുഡ് നന്നായിട്ട് പോയി കഴിക്കുക. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂർ, ഒരു മിനിമം ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് മാത്രമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ചിക്കന് അതേപോലെ ഇറച്ചി കുറേ പച്ചക്കറികളൊക്കെ ആയിട്ട് കുറേ പ്രോട്ടീൻ കഴിച്ചിട്ടുണ്ട്. ഇത് കഴിച്ചത് ശരീരത്തിൽ പിടിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും എക്സസൈസ് നന്നായിട്ട് ചെയ്യണം. വീട്ടിൽ നിന്ന് ജിമ്മിന് പോയ ഏറ്റവും ബെസ്റ്റ്, ജിമ്മിന് പോയിട്ട് വെയിറ്റ് എടുക്കണം കേട്ടോ. അപ്പോഴേ മസിൽ ഉണ്ടാവുള്ളൂ വെയിറ്റ് എടുക്കുമ്പോൾ. അല്ലാതെ പോയിട്ട് കാർഡിയോ എക്സസൈസ് ചെയ്തിട്ട് കാര്യമില്ല, വെയിറ്റ് എടുക്കണം കേട്ടോ. വെയിറ്റ് എടുക്കുന്ന മെല്ലെ കൂട്ടി കൊണ്ടുവരിക വെയിറ്റിൻ്റെ അളവ്. ഇനിയിപ്പോൾ ജിമ്മിന് പോകാൻ കഴിയില്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുഷപ്സ് എടുക്കാം. പുഷപ്പ് പറയുമ്പോൾ 10ൻ്റെ ഒരു സെറ്റ്, 10ൻ്റെ സെറ്റ് ഇങ്ങനെ 3-4 സെറ്റാക്കി ഇങ്ങനെ കൊണ്ടുവരിക. ഫസ്റ്റ് ദിവസം ചെയ്യുമ്പോൾ 10 ചിലപ്പോൾ ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. അപ്പോൾ 10 മെല്ലെ ഓരോന്ന് കൊടുന്നിട്ട് അങ്ങനെ 10ൻ്റെ സെറ്റുകൾ, അതായത് 10 പുഷപ്സ് എടുക്കുക. എന്നിട്ടൊരു 3-4 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ഒരു 10 പുഷപ്പ്. അങ്ങനെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന അത്ര ചെയ്യുക ഒരു ദിവസം. അപ്പം ഇവിടുത്തെ മസിൽസും ബൈസെപ്സും അതേപോലെ പെക്ടറൈസും ഇവിടുത്തെ ചെസ്റ്റ് മസിൽസൊക്കെ എന്ത് ചെയ്യും, അതൊക്കെ എൻലാർജ് ആയിട്ട് നല്ല മസിൽ, നല്ല തടി ഇങ്ങനെ കൂടി വരും. നമ്മൾ തിന്നുന്ന പ്രോട്ടീനൊക്കെ ശരീരത്തിൽ പിടിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബോഡിക്ക് നല്ല പണിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തിന്നുക, എക്സസൈസ് എടുക്കുക, ഇതൊക്കെ തന്നെയാണ് നമ്മൾ പണി. അപ്പോൾ ഇതിന് ബോഡിക്ക് റെസ്റ്റ് വേണ്ടേ, ബോഡിക്ക് അതിനായിട്ടുള്ള ഹീലിംഗ് ടൈം വേണ്ടേ. അതിന് നന്നായിട്ട് ഉറങ്ങണം. ഒരു 7 മുതൽ 9 മണിക്കൂർ വരെ ഒരു ദിവസം എന്തായാലും ഉറങ്ങിയിരിക്കണം. ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ പോലെ 1-2 മാസങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റങ്ങൾ ഫീൽ ചെയ്ത് തുടങ്ങും. അല്ലാതെ ഒരു 10 ദിവസം കൊണ്ട് അതിൽ മാറ്റം കിട്ടില്ല കേട്ടോ. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 1-2 മാസം എന്തായാലും ഇങ്ങനെ ചെയ്താൽ നല്ല മാറ്റം ഉണ്ടാവും, തടി കൂടി വരും. ഇനി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും തടി കൂടുന്നില്ല എന്നാണെങ്കിൽ 4 രോഗങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഒന്നാമതായിട്ട് തൈറോയിഡിൻ്റെ പ്രശ്നമാണ്. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖമുണ്ട്. സാധാരണ തൈറോയിഡ് പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ പറയുക, തടി കൂടുക എന്ന് പറയുക. അത് ഹൈപ്പോ തൈറോയിഡിസം ആണ്. ഇത് ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡിൻ്റെ അളവ് കൂടുക ശരീരത്തിൽ. TSH അല്ല, തൈറോയിഡ് കൂടുന്ന സമയത്ത് തടി മെലിഞ്ഞ് വരും. അതുണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെ ഒരു വേറെ അസുഖമാണ് നമുക്കറിയുന്നത്, പ്രമേഹം, ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഷുഗറിൻ്റെ അളവൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഷുഗർ ഉണ്ടെങ്കിലും തടി മെലിഞ്ഞുകൊണ്ട് പോകും. പിന്നെ TB ആണ്, ട്യൂബർക്കുലോസിസ്. അതിന് വേണ്ട ടെസ്റ്റുകൾ, മോണ്ടോക്സ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കുക അതുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ രോഗങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഡോക്ടറെ കാണിച്ചിട്ട് അതിന് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് ഡയഗ്നോസ് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തടി വെക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തടി കുറഞ്ഞ ആളുകൾക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, അവസാനമായിട്ട് തടി കുറഞ്ഞൊരു ആവശ്യത്തിന് തടി ഉണ്ടെങ്കിൽ തടി കൂട്ടാൻ പോകണ്ട. തടി കൂട്ടിയിട്ട് പിന്നെ അത് കുറയ്ക്കാൻ ഓടേണ്ടി വരും. കുറയ്ക്കാൻ ഇത്ര സുഖം ഉണ്ടാവില്ല. ഇതിനെക്കാട്ടി പണിയായിരിക്കും തടി കൂട്ടിയിട്ട് കുറയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി പുതിയൊരു വിഷയമായിട്ട് ഇനി വേറെ വീഡിയോയിൽ കാണാം.